ആന്റിബയോട്ടിക്കുകൾക്കെതിരെ രോഗാണുക്കൾ നേരിടുന്ന പ്രതിരോധ ശക്തിയെ നിശബ്ദ മഹാമാരി എന്നാണ് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിക്കുന്നത്. ഇത്തരം സാഹചര്യം നേരിടുന്നതിന് കേരളം ചിട്ടയായിട്ടുള്ളതും ശാസ്ത്രീയവുമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയുക എന്നതായിരുന്നു ആരോഗ്യവകുപ്പ് കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇതിന് കൃത്യമായ ഫലവും കണ്ടു. കഴിഞ്ഞ ഒരു വർഷം 1400 കോടി രൂപയുടെ ആന്റിബയോട്ടിക്കുകളുടെ വിൽപ്പനക്കുറവാണ് സംസ്ഥാനത്തുണ്ടായത്. അതായത് 1400 കോടി രൂപയുടെ ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ആവശ്യമില്ലാതെ കഴിച്ചിരുന്നത് നിർത്തലാക്കുവാൻ കഴിഞ്ഞ ഒരു വർഷത്തിലൂടെ നമുക്ക് സാധിച്ചു. ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറുകളിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിനെതിരെ വീടുവീടാന്തരം ആരോഗ്യ പ്രവർത്തകർ കയറിയിറങ്ങി ബോധവൽക്കരണം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണം നടത്തിവരുന്നു. ആന്റിബയോട്ടിക് സാക്ഷരതയിൽ ഏറ്റവും പ്രധാനമാണ് അവബോധം. സാധാരണക്കാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് വീടുകളിലെത്തി ബോധവൽക്കരണം നൽകുന്നത്. പരിശീലനം ലഭിച്ച 2257 ആശാപ്രവർത്തകരാണ് വീടുകളിലെത്തി ബോധവൽക്കരണം നടത്തുന്നത്. ഗ്രാമീണ മേഖല, നഗരമേഖല, ആദിവാസി മേഖല, അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലാണ് അവബോധം നൽകിയത്. ഒരു മാസം ഒരാൾ 50 വീടുകൾ എന്ന കണക്കിലാണ് അവബോധം നൽകിയത്. ഇതുകൂടാതെ വാർഡ് തല കമ്മിറ്റികളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും അവബോധം നൽകി. മെഡിക്കൽ ഓഫീസർമാർ, MLSP, ട്രാൻസ്ജെൻഡർ ലിങ്ക് വർക്കർമാർ, മൈഗ്രന്റ് കോർഡിനേറ്റർമാർ എന്നിവരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിഥി തൊഴിലാളികൾക്ക് അവരവരുടെ ഭാഷകളിലാണ് അവബോധം നൽകിയത്. സർക്കാരിന്റെ ഈ പോരാട്ടത്തിൽ നമുക്കും പങ്കാളികളാകാം. മിക്ക അണുബാധകളും വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഇവയ്ക്കെതിരെ ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ല. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ. ഒരിക്കലും ആന്റിബയോട്ടിക്കുകൾ ആവശ്യപ്പെടുകയോ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വാങ്ങി കഴിക്കുകയോ ചെയ്യരുത്. ചികിത്സ കഴിഞ്ഞ് ശേഷിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ശേഷിക്കുന്നതോ കാലഹരണപ്പെട്ടതോ ആയ ആന്റിബയോട്ടിക്കുകൾ കരയിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയരുത്. രോഗശമനം തോന്നിയാൽ പോലും ഡോക്ടർ നിർദ്ദേശിച്ച കാലയളവിലേക്ക് ആന്റിബയോട്ടിക് ചികിത്സ പൂർത്തിയാക്കണം. ആന്റിബയോട്ടിക്കുകൾ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കിടാൻ പാടില്ല. അണുബാധ തടയുന്നതിന് പതിവായി കൈ കഴുകുക. രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. പ്രതിരോധ കുത്തിവയ്പ്പുകൾ കാലാനുസൃതമായി എടുക്കുക.